അല്ല, അതായത് ഇന്ന് നിന്റെ ബർത്ത്ഡേ. ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ജന്മദിനം. അപ്പോ ഈ ജന്മദിനം എന്ന് പറഞ്ഞാൽ എന്താ പറയാ? എന്താണ് പറ. തീർന്നു പിടിക്കല്ലേ? അപ്പോ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ജന്മദിനം. പിന്നെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ ചരമദിനാണോ? അതല്ല അതല്ല. അപ്പോ ഈ ജന്മദിനം എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കേണ്ട ദിവസം. അന്നിപ്പോ എന്ത് പറ്റി? പറ്റിയെന്നല്ല, നല്ല മാല. മണി ഒന്നും അടിക്കണ്ട. എന്താന്ന് വെച്ചാ അല്ല, എന്റെ അഭിപ്രായമല്ല, നിന്റെ ചേട്ടന്റെ അഭിപ്രായമാണ്. എന്ത്? ഒരു 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 കുപ്പി, അല്ല ഒരു ഒരു മാള്. മാള്. ചേച്ചി പിന്നെ പിന്നെ എന്താണ് പറഞ്ഞത്? മാള് ചേച്ചി പാട്ടി വെച്ചിട്ടുണ്ടല്ലോ. എന്താടി ചേച്ചി? എന്തേ തനിക്കെന്താ ഇവിടെ കാര്യം? നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം. അത് ശരി, എന്താ കാര്യം? ചേച്ചി എന്തെങ്കിലും ആയിക്കോട്ടെ. കഷ്ടായത് ചേച്ചി സ്മോൾ വേണോന്ന്. എന്താ ഇവിടെ പ്രോബ്ലം? ചുമ്മാ ഒരു കാര്യമില്ലാതെ പെണ്ണ് വീർന്നുകൊണ്ട് അലേച്ചാർക്കേ സ്മോൾ വേണമെന്ന്. മാളോ? അവന്റെ ആഗ്രഹമല്ലടി, അടിച്ചോട്ടെ. അത് ശരി, രണ്ടുപേരും കൂടെയുള്ള പ്ലാനാണോ? അച്ഛനില്ലാത്ത സമയം കേട്ടോ. അതുകൊണ്ടല്ലേ പ്ലാൻ ഇട്ടത്. നാളെ എക്സാം രണ്ടുപേർക്കും വേണ്ട പ്ലീസ്. എന്തോന്നാ നാത്തൂന് ഇത്? രണ്ട് സ്മാൾ അടിച്ചു കയറി ഞങ്ങൾ തലകുത്തി നിൽക്കാൻ പോണം. ലാസ്റ്റ് ഫ്രൈഡേ ഒരു ബോഡി വാഷ് വാട്ടർ ചെയ്തില്ലേ? അത് വലിയ പുലിവാലായി. എന്താ? അത് മാണ്ടാണെന്ന് പറഞ്ഞ് കേസ് പോയിട്ടുണ്ട്. അതിന് നമുക്കെന്താ? നമുക്കൊന്നുമില്ല, പക്ഷെ കോടതി കയറണ്ടേ. മോർണിംഗ്. എക്സാം എല്ലാം എങ്ങനെ എഴുതി? നന്നായിരുന്നു സർ. ഓ, പോസ്റ്റ്മോർട്ടം ഉണ്ടല്ലേ? അതെ. നല്ല സുഖം തോന്നുന്നില്ല. എന്തു പറ്റി? നീ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല. നീ മാറിക്കോ. ഈ കുട്ടി എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. ഷി വാസ് ക്യാരിങ്. ആരെങ്കിലും ചതിച്ചതായിരിക്കും.
ഇവിടെ ഇരിക്കുക. ആ, നീ കാപ്പി എടുക്കട്ടെ. വേണ്ട രാജി. എന്ത് പറ്റി? എന്താ മുഖം എല്ലായിരിക്കുന്നു? ഒന്നുമില്ല, ഒരു ചെറിയ തലവേദന. എന്നിട്ട് മരുന്നൊന്നും കഴിച്ചില്ലേ? ഇല്ല. ഇവിടെ പിടിച്ചു വല്ലതും ഇരിപ്പുണ്ടോ? ഒന്നും കാണില്ല. ഞാൻ മരുന്നില്ല വാങ്ങിപ്പിക്കാം. കുഞ്ഞിനേട്ടാ, ഒന്ന് മെഡിക്കൽ സ്റ്റോർ വരെ പോണം. വരൂ, അകത്ത് വന്ന് റിലാക്സ് ചെയ്താൽ മാറും. ഞാനാണ് ചീഫ് ലിഫ്റ്റ് രഞ്ജൻ. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ ഉണ്ണി. താങ്ക് യു. യു ആർ സെലക്ടഡ്. ഏറ്റവും കൂടുതൽ മാർക്ക് മിസ്റ്റർ ഉണ്ണിക്കാണ്. രാജന് സെക്കൻഡ് റാങ്ക് ആയിപ്പോയി. മിസ്റ്റർ ഉണ്ണി, ബാംഗ്ലൂരിൽ ഇനി 2 ടെസ്റ്റ് കൂടി ഉണ്ട്. ഓക്കെ. ഞാൻ പേഷ്യൻസ് ഉണ്ടോ? ഓക്കെ, ഗോ ഹെഡ്. ഓക്കെ. എന്താ മിസ്റ്റർ ഉണ്ണി? സാർ, എനിക്കൊരു പേഴ്സണൽ റിക്വസ്റ്റ് ഉണ്ട്. പ്ലീസ് സിറ്റ് ഡൗൺ. അതായത് ഞാനും ഡോക്ടർ രാജനുമായുള്ള അടുപ്പം സാറിനറിയാലോ? അറിയാം. കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഒരു സഹോദരനേക്കാൾ കൂടുതൽ അടുപ്പത്തിൽ. രാജന്റെ ജീവിതാഭിലാഷമാണ് ഇങ്ങനൊരു ഡിഗ്രി. സെക്കൻഡ് റാങ്ക് രാജനല്ലേ? രാജനും രവീന്ദ്രനും ഈക്വൽ മാർക്സ് തന്നെയാണ്. പക്ഷേ രവീന്ദ്രനെ അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അയാളുടെ പിന്നിൽ ധാരാളം ബ്ലാക്ക് മാർക്സ് ഉണ്ട്. പിന്നെ രാജന് പോകണമെങ്കിൽ ഉണ്ണി വിഡ്രോ ചെയ്താലേ നടക്കൂ. ചെയ്യാം സാർ, ഞാൻ വിഡ്രോ ചെയ്യാം. അങ്ങനെ സഹായം ചെയ്താൽ അതൊരു വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, താങ്ക് യു സാർ. രാജനെ കണ്ടാൽ ഒന്ന് വരാൻ പറയൂ. ശരി സാർ. സാർ, ഒരു ഉപകാരം കൂടി ചെയ്യണം. എന്താണ്? ഞാൻ വിഡ്രോ ചെയ്തുകൊണ്ടാണ് രായന് സെലക്ഷൻ കിട്ടിയതെന്ന് അവൻ അറിയരുത്. അങ്ങനെ അവൻ സമ്മതിക്കില്ല. ഓ, അങ്ങനെയുണ്ടോ? ഒരു കാര്യം ചെയ്യും, ഉണ്ണി ഒന്ന് എഴുതി തന്നേക്ക്. ശരി സാർ, ഞാൻ എഴുതരാം. വരട്ടെ. ശരി. വന്നല്ലോ താലപ്പൊലി. ഇതേ ഉള്ളൂ. ഇപ്പൊ എന്താ ചേച്ചി? എന്റെ ചേട്ടന് റാങ്ക് കിട്ടാൻ ഞാൻ അർച്ചന നടത്തിയപ്പോ എന്നെ കളിയാക്കില്ലേ? ഇരിക്കുന്നു, ആ പാർട്ടി കൂടെ എഴുതിയതാ. ഇതിന് കിട്ടില്ലാന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഒന്ന് കൂടി കൊടുത്തു. ഇവന്റെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമല്ല എന്ന് കരുതി ഞാൻ പ്ലാന് മാറിക്കൊടുത്തതല്ലേ? ആ പിന്നെ, അത് നോണ. കിട്ടിയില്ലെങ്കിൽ മുന്തിരി പുളിക്കും. അതിനെന്താ? ഇനി ബാംഗ്ലൂരിൽ 2 ടെസ്റ്റ് ഉണ്ടല്ലോ, അത് കിട്ടുമോ നോക്കാമല്ലോ. അതേട്ടാ, ബാംഗ്ലൂരിലെ ടെസ്റ്റ് ഡിഫിക്കൽട്ട് ആണോ? അവൻ ചുമ്മാ അടിക്കല്ലേ. അത് ലൈറ്റ് ടെസ്റ്റ് ആണ്. മെയിനൊക്കെ എന്നേ കഴിഞ്ഞു. എന്റെ പേരിൽ രാജൻ നടത്തിയ കംപ്ലൈന്റാ എന്റെ MCA സെലക്ഷൻ നഷ്ടപ്പെടുത്തിയത്. ഈ സമയം നോക്കി മനഃപൂർവ്വം എന്നെ ചതിച്ചതാ. എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ലെന്നാണ് അവൻ കരുതിയിരിക്കുന്നത്. എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടാക്കി ഞാൻ അവനോട് പ്രതികാരം ചോദിക്കും. നീ നോക്കിക്കോ. ഫ്ലൈറ്റിന്റെ സമയമല്ലോ ഉണ്ണേട്ടാ. ചേട്ടനെ കണ്ടില്ല? വന്നല്ലോ പാർട്ടി. എന്താ താമസിച്ചത്? ആ ലെവൽ ക്രോസ് തുറക്കാൻ താമസിച്ചു. അയ്യോ, സമയമില്ല ചേട്ടാ. ടിക്കറ്റ് ഒക്കെ അല്ലേ? അല്ല, വെയിറ്റ് ചെയ്യും. ശരിയാക്കാം. അതാരുടെ വണ്ടി? അത് നമ്മുടെ നെയ്ബർ തോമസാ. പുള്ളിക്കാരൻ എയർപോർട്ടിലേക്ക്. നമ്മുടെ വണ്ടി വീട്ടിൽ പോകണം. താക്കോലിന്
എന്തിന്? അല്ല, നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാമല്ലോ. നീയില്ലല്ലോ വിലന്റെ അത്യാവശ്യം. ആ സാരമല്ല, എന്തെങ്കിലും ആവശ്യം വന്നാലോ. ഇരിക്കട്ടെ, അച്ഛനോട് അച്ഛാ, അച്ഛൻ ഞാൻ പോയിട്ടോട്ടെ. വിഷ് യു ഹാപ്പി ജേർണി ആൻഡ് ഗുഡ് ലക്ക്. താങ്ക് യു. അതെ. ഹലോ, ഉണ്ണേട്ട ഹോസ്പിറ്റലിൽ പോയില്ലേ? ഞാൻ അവനെ കത്തോണ്ടിരിക്കുകയല്ലായിരുന്നു. വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാ. ഇത് കഴിയില്ലേ? ഗോപി വന്നില്ല. ആ കേട്ടുന്നത്. കാപ്പി എടുക്കട്ടെ? അല്ല, പോയിട്ട് ധൃതിയുണ്ട്. കേട്ടു തുറന്നില്ലേ? വൈകുന്നേരം കാണാം. ഡോക്ടർ, എനിക്ക് ആക്സിഡന്റ് പറ്റി. ജോസഫ് ശക്തി എടുത്തോ. വഴി നിന്ന് മാറിയിരിക്കണം. പ്ലീസ്, എല്ലാവരും മാറിത്തരും. പ്ലീസ് പ്ലീസ്. ഡോക്ടർ, എന്റെ മോനെ ഒന്ന് കാണണം. വാട്ട് ഈസ് ഹിസ് പൊസിഷൻ? വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിയതുകൊണ്ട് വലിയ ആക്സിഡന്റ് ആണ് മിസ്റ്റർ ഉണ്ണിത്താൻ ഉണ്ടായത്. യു മസ്റ്റ് കൺട്രോൾ യുവർ സെൽഫ്. ഹീ ഈസ് ഇൻ എ ക്രിട്ടിക്കൽ സ്റ്റേജ്. ഹെഡ് ഇഞ്ചുറി. എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. പ്ലീസ് സൈൻ മൈ സൺ. ഞാൻ നിങ്ങളെ കാല് പിടിക്കും. പ്ലീസ് പ്ലീസ് ഡോക്ടർ. അർത്ഥം മുറിയിലുണ്ട്.